നമുക്ക് നിപ്പ വരാതിരുന്നേ അല്ലേ? അഗ്രസീവ് ആവുന്ന വവ്വാലുകളാണ്, പയന്തീനി വവ്വാലുകളാണ് എന്ത് ചെയ്യുന്നത്, നിപ്പ വരുത്തുന്നത്. പണ്ട് നമ്മൾ റോഡ് സൈഡുകളിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ദേശത്ത് കാവുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാസർഗോഡൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാം, കണ്ണൂരൊക്കെ ഉള്ള ആളുകൾക്ക് കാവുകളുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് താഴത്തേക്ക് വരുന്നതനുസരിച്ച് കാവുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇത്തരം കാവുകളിൽ അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നു വവ്വാലുകൾ. അവരവരുടെ പഴങ്ങളൊക്കെ കഴിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഇത്തരം കാവുകൾ, പല കാവുകളും ഇല്ലാതായി. ഈ റോഡ് സൈഡ് ഹൈവേ ഒക്കെ വികസനമൊക്കെ ആയിക്കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരിസ്ഥിതി പഠനങ്ങളൊന്നും ഇല്ലാതെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുക. ഈ റോഡ് സൈഡുകളിലുള്ള മരങ്ങളിലൊക്കെ ആയിരുന്നു വവ്വാലുകളുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ എന്തായി, നമ്മൾ ഹൈവേ വേണ്ടെന്നല്ല കേട്ടോ നമ്മൾ പറയുന്നത്, അവർക്ക് ഒരു സൊല്യൂഷൻ കാണിച്ചു കൊടുക്കണമായിരുന്നു. ഇവരൊക്കെ എന്ത് ചെയ്തേ, നമ്മളെ വീട്ടിലുള്ള മാവിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരത്തിൽ വരും. കാരണം അവർക്ക് ഷെൽട്ടർ വേണം. നമ്മളെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാണെങ്കിൽ നമ്മൾ വേറെ വീട് വെക്കുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ കാണൂലേ. അപ്പോൾ അവർ കണ്ടിട്ടുള്ള സൊല്യൂഷൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് എന്തുണ്ട്, മരങ്ങളുണ്ട്. അത് മാവൊക്കെ ആണെങ്കിൽ അതിൽ മാമ്പഴം ഉണ്ടാവും, ഏതെങ്കിലും സീസണിൽ കഴിക്കുന്ന ഫ്രൂട്ടുകളുണ്ടാവും, അമ്പലത്തിൻ്റെ ഒക്കെ മുറ്റത്തൊക്കെ ആയിട്ട് എന്തുണ്ടാവും, ആൽമരങ്ങളുണ്ടാവും. ഇതിലൊക്കെ വന്നിരിക്കും. ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, പല സ്ഥലങ്ങളിലായിട്ട് ഇത് കാഷ്ടിക്കും. നമ്മളിതിങ്ങനെ കാണുന്ന സമയത്ത് കല്ലെടുത്തെറിയും. അങ്ങനെ കല്ലെടുത്തെറിയുന്ന സമയത്ത് അവർ അഗ്രസീവ് ആവുന്ന സമയത്ത് അവരെ ഉമിനീരിൽ ഒരു ഹോർമോൺ വന്ന് വരും, ടോക്സിക്. ഇതാണ് എന്ത് ചെയ്യുന്നത്, നിപ്പയുടെ കാരണമാണ്. ഓൾറെഡി അവരുടെ ശരീരത്തിൽ എന്തുണ്ട്, ഇപ്പുണ്ട്. അഗ്രസീവ് ആവുന്ന സമയത്ത് പുറത്ത് വരുന്നു. നമ്മളിവിടെ എത്ര കുറഞ്ഞ വർഷമല്ലേ ആയിട്ടുള്ളൂ, മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. നമ്മളൊക്കെ നിപ്പ എത്ര വർഷമായിട്ടുള്ളൂ കേൾക്കുന്നത്? വേറെ രാജ്യങ്ങളിലുണ്ടെങ്കിലും നമ്മൾ എത്ര വർഷമായിട്ടുള്ളൂ കേൾക്കുന്നത്? ഓൾറെഡി അവരെ ഇതിലുണ്ട്. ഇപ്പോൾ കുറുക്കൻ അതുപോലെയാണ്. കുറുക്കൻ്റെ ശരീരത്തിൽ ഓൾറെഡി എന്തുണ്ട് അറിയാം, പേ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അത് നാട്ടിലുള്ള ഏതെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതേപോലെ അനിമൽസൊക്കെ എന്ത് ചെയ്യും, കാട്ടിലേക്ക് കയറി പോകും പുല്ല് മേയാനൊക്കെ വേണ്ടിയിട്ട്. അത് ഭയങ്കര ത്രട്ടാണ് ഉണ്ടാക്കുക. കാട്ടിൽ പോയി പുല്ല് മേഞ്ഞ് വരില്ല ചെയ്യുന്നവർ. ഇവർ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങി വരിക ചെയ്യാം, കാട്ടിൽ നിൽക്കലല്ല ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, മനുഷ്യരുമായിട്ട് ആർക്ക് ഇടവേഗമുണ്ടാവും? നമ്മൾ സാധാരണ വളർത്തുന്ന മൃഗങ്ങൾക്ക് എന്തായാലും ഇടവേഗം. ആദ്യം രോഗം വരുന്ന അവർക്കാണ്. ഇപ്പം കൊറോണ എവിടുന്ന ആദ്യം വരുന്നത്? ചൈനയിൽ നിന്നാണ്. ഒരു മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. ഇത്തരം അനിമൽസിനൊക്കെ ഇറക്കുന്ന, വന്യമൃഗങ്ങളൊക്കെ ഇറക്കുന്ന ഒരു മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. ഇത് ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഓൾറെഡി പല ജീവികളുടെയും ശരീരത്തിൽ ഇത്തരം അസുഖങ്ങളുണ്ട്. അത് ഈ വൈൽഡ് ആനിമൽസിനെ കഴിക്കരുത് എന്ന് പറയാനുള്ള ഒരു കാരണം അതും കൂടിയാണ് കേട്ടോ. ഒന്നും ചൂടുവെള്ളത്തിലിട്ടാൽ പോകാത്തൊക്കെ ബാക്ടീരിയകളുണ്ടാവും. നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തൊരു കൊറോണ കാരണം എത്ര ദിവസം നമ്മൾ വീട്ടിലിരുന്നു ആലോചിച്ച് നോക്കാം അല്ലേ? കണ്ണുകൊണ്ട് പോലും നമ്മൾ കണ്ടില്ല, ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ടോ? ഒരു രൂപമില്ലാത്തൊരു സാധനത്തിനെ പേടിച്ച് എത്ര ദിവസം നമ്മൾ വീട്ടിലിരുന്നു? ലൈറ്റ് എല്ലാ മേഖലയും തകർന്നില്ലേ? എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ആകെ പോയില്ലേ? നമ്മളെ മക്കളോടൊക്കെ വിദ്യാഭ്യാസം ആലോചിച്ച് നോക്കാം. ആ സമയത്തുള്ള ആ കുട്ടികൾക്ക് ആ 2 വർഷം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഈ മക്കളൊക്കെ എന്തിലേക്ക് വന്നു? മൊബൈൽ ഫോണിലേക്ക് വന്നു. വേറൊരു യുഗം, വേറൊരു കാലഘട്ടത്തിൽ വളരുന്നൊരു ജീവികളായിട്ട് ഈ മനുഷ്യന്മാർ മാറിപ്പോയി. ഇതിനൊക്കെ ഒരു കാരണം മനുഷ്യൻ്റെ മോശമായിട്ടുള്ളൊരു ഇടപഴകലാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്തരം ഹൈവേയിലൊക്കെ പലപ്പോഴേ ഈ 50 മീറ്ററൊക്കെയാണ് ഒരു ടീമിന് കൊടുക്കുക.